നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അവിടെ പ്രദാനം ചെയ്യുന്നത് സ്വതന്ത്രനായിരുന്നു. വലിയ വികസന പ്രവർത്തനങ്ങളാണ് ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ്റിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളാകെ തൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ മഹിമയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ നേടുന്നതിന് സാധിച്ചു എന്നാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അതായത് വികസന പ്രവർത്തനത്തെ തൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനം വന്നതിന് പകരം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച അൻവറിൻ്റെ വികസന പ്രവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രചരണം മുഴുവൻ നടത്തിയത്. അത് വോട്ട് അവർക്ക് ലഭിക്കുന്നതിനിടയാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങളിപ്പോൾ കാണുകയാണ്. അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒന്നല്ല, താൽക്കാലികമായ ഒരു പിന്തുണ മാത്രമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കൂ. ഞങ്ങളെ സംബന്ധിച്ചെല്ലാം പരിശോധിച്ചപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഗൗരവമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാണ് എന്നാണ് കാണുന്നത്. മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂട്ടിയോജിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇന്നത് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയും അവരുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മതരാഷ്ട്രവാദികളുമായുള്ള ഈ ബന്ധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ആളുകളെ തന്നെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് അനന്തരഫലം എന്നത് UDF, പ്രത്യേകിച്ച് ലീഗ്, ഇപ്പോഴ് പരിഗണിക്കുന്നില്ല. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെ ഗൗരവതരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ടിനെ മതവിശ്വാസികൾ തന്നെ രംഗത്തിറങ്ങി പ്രതിഷേധിച്ചത്. ഞാൻ മതവിശ്വാസികൾ എന്ന് ബോധപൂർവമാണ് ആ പദം ഉപയോഗിച്ചത്. മതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരല്ല, മതവിശ്വാസികൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മതരാഷ്ട്രവാദത്തെ ശക്തിയായി എതിർക്കുന്ന തലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായ ഒരു സംഭവം തന്നെയാണ്.